മത്സരത്തിലെ 2025 ഫസ്റ്റ് വീഡിയോയിലെ ലാസ്റ്റ് സോങ്ങിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ദൈവമൊരുക്കിയ നന്മകൾ കാണുവാൻ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. അതെ, ദൈവം ഒരുക്കിയ നന്മകൾ കാണുവാൻ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. എത്ര പേര് പറയും എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം? പ്രാർത്ഥിച്ചാൽ വല്ലതും നടക്കുമോ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. പ്രാർത്ഥിച്ചാൽ നടക്കും, ഭൂതങ്ങൾ വിട്ടുപോകും, രോഗികൾ സൗഖ്യമാകും. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും നടക്കും. അപ്പോൾ പ്രാർത്ഥിച്ച് നമ്മളിലേക്ക് വല്ലതും ആഡ് ചെയ്യാനുണ്ടോ? ഒന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു കറി കൂട്ടുമ്പോൾ അതിന് ഉപ്പില്ലെങ്കിൽ നമ്മൾ ഉപ്പ് ചേർക്കും. അതെന്താണ് രണ്ടാമത് ചേർക്കുന്നത്? അതിന് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറവുള്ളിടത്ത് മാത്രമാണ് എന്താണ് ആഡ് ചെയ്യുന്നത്, ഏത് കാര്യമായാലും. അപ്പോൾ കർത്താവ് നമ്മളെ സൃഷ്ടിച്ചു വിട്ടത് എന്താണ്? സമ്പൂർണ്ണരായിട്ടാണ് നമ്മളെ കർത്താവ് സൃഷ്ടിച്ചത്. കർത്താവിൻ്റെ സൃഷ്ടിയിലും നല്ലതാണത് കർത്താവ് കണ്ടു. കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് സമ്പൂർണ്ണരായിട്ടാണ്. നമ്മുടെ നന്മയും നമ്മുടെ ഈ ലൈഫിൽ നമ്മൾ അനുഭവിക്കാനുള്ള എല്ലാ നന്മയും കരുണയും എല്ലാം നമ്മുടെ ലൈഫിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അതെന്ത് ചെയ്യണം? അത് നമ്മൾ കാണുവാൻ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നമ്മുടെ ആത്മീയ കണ്ണ് തുറക്കണം, നമ്മുടെ അകക്കണ്ണ് തുറക്കണം. ഈ 2025 എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുക. അല്ല തരണേ എന്ന് പറഞ്ഞിരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പോൾ കൃപായുഗമാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന സമയത്ത് ഈ സ്വർഗീയരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ എനിക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത സമയത്ത്. അപ്പോൾ നമ്മൾ തരണേ പഠിക്കുന്ന കാലം കഴിഞ്ഞു പോയി. ഇപ്പോൾ കൃപായുഗമാണ്. മക്കളെങ്കിൽ അവകാശിയാണ്. എന്താണ് പഴയ നിയമകാലത്ത് എന്താണ് പിന്നെ അങ്ങനെയൊന്നും അടുത്ത് ചോദിക്കാനൊന്നും കഴിയുകയില്ല. ഇപ്പോൾ അതല്ല, കൃപായുഗമാണ്. നമുക്ക് അബ്ബാ പിതാവെ നടത്തിയെന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. നമുക്ക് തരണേന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ നന്മകൾ കാണുവാൻ, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ മാത്രം എല്ലാവരും ഈ 2025 പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ച വിഷയങ്ങളൊക്കെയും നടക്കായിരുന്ന വിഷയങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും നന്മകൾ കാണുവാൻ തക്കണം. അനേക തലമുറ നന്മകൾ കാണുവാൻ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊക്കെ നടക്കുവാൻ, നന്മകൾ കാണുവാൻ ഈ 2025 എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, എല്ലാവരെയും ഓർത്തും ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു ദൈവമൊരുക്കിയ നന്മകൾ കാണുവാൻ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ എന്ന് കർത്താവ് എനിക്കൊരു 3-4 വരി പാട്ട് തന്നു. എങ്കിലും അത് കഴിഞ്ഞ ആഴ്ചകളിൽ അതിൻ്റെ അടുത്തൊരു സ്റ്റാൻസ് ഞാൻ ഒരു തരത്തിൽ ഒപ്പിച്ചു. അപ്പം ഒരു കുറഞ്ഞ ഒരു 2 സ്റ്റാൻസ് എങ്കിലും വേണമല്ലോ. അടുത്ത ഒരു ലാസ്റ്റ് സ്റ്റാൻസൊക്കെ ഒരു നിവർത്തിയില്ല, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. എനിക്ക് പാട്ട് പാടണമെന്നുണ്ട്. വലിയ ട്യൂണൊന്നുമില്ല. ബ്രദർ പറഞ്ഞല്ലോ, ശ്രുതിയും ലയവും താളമൊന്നുമില്ല കേട്ടോ. അതൊന്നും ആരും പ്രതീക്ഷിക്കണം. നമുക്ക് ശ്രുതി ഇട്ടുതരാനൊക്കെ നമുക്ക് വേണമെങ്കിൽ ആൾക്കാരുണ്ട്. ഞാൻ ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. കർത്താവ് ഹോളി സ്പിരിറ്റ് ലീഡ് ചെയ്യുന്ന പോലെ തന്നെ പോകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഇഷ്ടത്തിനൊന്നും ഞാൻ ചെയ്യുന്നില്ല. അവൾ ഇന്ന് രാവിലെ ഞാൻ കിച്ചറി നിന്നപ്പോഴാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസ് കർത്താവ് തന്നത്. അങ്ങനെ പല സോങ്ങുകളിലും ഞാൻ പാടാൻ മതിരുന്നിട്ട് ഞാൻ അതിന് സ്വല്പം മുമ്പായിട്ട് ഞാൻ ചില ലൈൻസൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആ ലൈൻ മറന്നു പോയിട്ട്, അന്നേരം ഇല്ല സിനിമയിലെ ഡയലോഗ് പോലെ ആരോ പറയുന്ന കേട്ട് ഡയലോഗ് മറന്നു പോയാൽ അന്നേരം സ്വന്തമായി ഡയലോഗ് ഇടുമെന്ന് പറഞ്ഞ പോലെ ലൈൻ മറന്നു പോയപ്പോൾ ഞാൻ സ്വന്തമായി ലൈൻ അന്നേരം തന്നെ ആഡ് ചെയ്ത് പാടിയിട്ടുണ്ട്. എല്ലാം ഹോളി സ്പിരിറ്റ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് തുടർന്ന് കേൾക്കാം. അപ്പോൾ ഇന്ന് രാവിലെയാണ് ലാസ്റ്റ് സ്റ്റാൻസ് ഞാൻ ഒന്ന് തട്ടിക്കൂട്ടിയതാണ്. ഇതൊരു തട്ടിക്കൂട്ട് പാട്ടാണ്, പുതിയ ഗാനമാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി പാടുന്നു. സൂസൻ ഉള്ളന്നൂർ. എല്ലാവരും ദൈവമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, വലിയ ട്യൂണൊന്നുമില്ല. ഇതെങ്ങനെ പാടി ഫലിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇനി മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും കേൾക്കുക. ദൈവമൊരുക്കിയ നന്മകൾ കാണുവാൻ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. ദൈവമൊരുക്കിയ നന്മകൾ കാണുവാൻ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. താതൻ നൽകിടും നന്മകൾ അനുഭവിപ്പാൻ ഞാനും ഒരുങ്ങട്ടെ. ദുഷ്ടനാസാത്താൻ തട്ടിപ്പറിക്കാൻ വിട്ടുകൊടുക്കില്ല എൻ നന്മകൾ. ഞാനും എൻ കുടുംബവും അനുഭവിക്കും. ദൈവമൊരുക്കിയ
പ്രകാശിക്കട്ടെ. താതൻ നൽകിടും നന്മകൾ അനുഭവിപ്പാൻ ഞാനും ഒരുങ്ങട്ടെ. താതൻ നൽകിടും നന്മകൾ എത്രയോ അധികം, അളവില്ല നന്മകൾ നൽകും നാഥൻ. താതൻ നൽകിടും നന്മകൾ എത്രയോ അധികം, അളവില്ല നന്മകൾ നൽകും നാഥൻ. അത് നിറഞ്ഞു വരും അനുഗ്രഹം, കവിഞ്ഞൊഴുകും അനുഗ്രഹം. അത് നിറഞ്ഞു വരും അനുഗ്രഹം, കവിഞ്ഞൊഴുകും അനുഗ്രഹം. വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കും. ദൈവമൊരുക്കിയ നന്മകൾ കാണുവാൻ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. താതൻ നൽകിടും നന്മകൾ അനുഭവിപ്പാൻ ഞാനും ഒരുങ്ങട്ടെ. ദുഷ്ടനാ സാത്താൻ തട്ടിപ്പറിക്കാൻ വിട്ടുകൊടുക്കില്ല എൻ നന്മകൾ. ഞാനും എൻ കുടുംബവും അനുഭവിക്കും. ദൈവമൊരുക്കിയ നന്മകൾ അനുഭവിക്കാൻ ഞാനും ഒരുങ്ങട്ടെ.